Hi dear students, warm welcome to English class. Today, let's continue our chapter A Saturday Morning. ഇന്ന് നമുക്ക് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എ സാറ്റർഡേ മോർണിംഗ് എന്ന് ഉള്ള വളരെ രസകരമായ ടോം ആൻഡ് പോളി ഇവരുടെ രസകരമായ ഒരു സംഭവം നാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പകുതിയിൽ നാം നിർത്തിയിരിക്കുകയാണ്. എവിടെയാണ് നാം നമ്മുടെ കഥ അവസാനിപ്പിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എവിടെയാണ്? ടോമിനെ ജാമ് മോഷ്ടിച്ചതിന് ഒരു പണിഷ്മെൻ്റ് കൊടുക്കാൻ പോവാണ് അല്ലേ? എന്തായിരിക്കും ആ പണിഷ്മെൻറ്റ്? അവനക്ക് കൊടുക്കാൻ പോകുന്ന പണിഷ്മെൻ്റ് എന്താണ്? നാളെ ശനിയാഴ്ചയാണ്, സ്കൂളുകളെല്ലാം ഒഴിവാണ്, ആ സമയത്ത് കുട്ടികളെല്ലാം ഫ്രീ ആണ്. ആ സമയത്ത് നിങ്ങളൊക്കെ എന്താ ചെയ്യാം? കളിക്കാൻ പോകും അല്ലേ? അതുപോലെ എല്ലാവരും കളിക്കാനൊക്കെ പോകുന്ന സമയമാണ്. ആ സമയത്ത് എല്ലാ കുട്ടികളും കളിക്കാൻ പോകുമ്പോൾ ഇവനിക്ക് എന്ത് കൊടുക്കും? ഒരു വർക്ക് കൊടുക്കുമെന്നാണ് ഇവൻ്റെ ഓൺപോളി പറയുന്നത്, ഇവൻ്റെ ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം. യെസ്, let us start. The next day, Saturday, was a holiday for the school. All the boys in the village were free. All the boys in the village were free. It was a beautiful day. The sun was shining and the birds were singing. The sun was shining and the birds were singing. The trees and flowers looked fresh and lovely. The trees and flowers looked fresh and lovely. Tom, of course, want to go swimming. Tom, of course, want to go swimming. All other boys were going swimming. All other boys were going swimming. എന്താ പറഞ്ഞത്? ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം സാറ്റർഡേ. നാം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അടുത്ത ദിവസം എന്താണ്? സാറ്റർഡേ ആണ്. എന്താ പ്രത്യേകത? was a holiday for all school. അവിടെയുള്ള എല്ലാ സ്കൂളുകൾക്കും അന്ന് അവധിയാണ്. all the boys in the village were free. all the boys in the village were free. ആ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളും ഫ്രീ ആകുന്ന ഒരു ദിവസമാണ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അന്നൊരു നല്ലൊരു ദിവസമാണ്, നല്ല സന്തോഷമുള്ള ആനന്ദമുള്ള ദിവസമാണ് കുട്ടികൾക്കൊക്കെ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് അല്ലേ? എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ സ്കൂളിലേക്ക് വരണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല അല്ലേ? പക്ഷേ സ്കൂളുണ്ടാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഒരു ഒഴിവ് ദിവസം കിട്ടിയെങ്കിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക. അതുപോലെ ഇവർക്കും ശനിയാഴ്ച എല്ലാ കുട്ടികൾക്കും ഫ്രീ, നല്ല സന്തോഷമുള്ള ദിവസമാണ്. The sun was shining and the bird was singing. The sun was shining and the birds were singing. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്നു, തിളങ്ങി വരുന്നു. And birds were singing. കിളികളൊക്കെ ഇങ്ങനെ പാട്ട് പാടുന്നു. കിളികളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ ഇങ്ങനെ തിളങ്ങി ഉദിച്ചു വരുന്നു. അത് പ്രഭാതത്തെ സൂചിപ്പിക്കുകയാണ്. നേരം വെളുത്തു, ശനിയാഴ്ച നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ്. The trees and flowers looked fresh and lovely. മരങ്ങളും പൂക്കളുമെല്ലാം fresh and lovely. മരങ്ങളും പൂക്കളുമെല്ലാം പുതിയതും മനോഹരവുമായിരിക്കുന്നു. നല്ല പുതിയ പൂക്കൾ, പ്രഭാതത്തിലാണല്ലോ പൂവ് വിടരുക. പുതിയ പൂക്കൾ ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷമാകെ നല്ലൊരു അന്തരീക്ഷം ആയിരിക്കും. Of course, want to go swimming. Tom, of course, want to go swimming. ടോമിന് എന്തായാലും എവിടേക്ക് പോകേണ്ടി വരും? സ്വിമ്മിങ്ങിന് നീന്താൻ വേണ്ടി
പോകേണ്ടി വരും. ഓൾ അതർ ബോയ്സ് വേർ ഗോയിങ് സ്വിമ്മിങ്. മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികളും സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് ആർക്കും പോവേണ്ടി വരും? ടോമിനും എവിടേക്ക് പോവേണ്ടി വരും? നീന്താൻ വേണ്ടിയിട്ട് പോവേണ്ടി വരും. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ സംഭവിക്കുന്നത് നോക്കാം. ടോമിന് എന്തായാലും പോവേണ്ടി വരും എന്ന് പറഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. Tom came sadly out of the house. He held a long brush in one hand. In other, he carried a bucket full of whitewash. Tom came sadly out of the house. He held a long brush in one hand. In the other, he carried full of whitewash. His aunt asked him to whitewash the fence. His aunt asked him to whitewash the fence. Tom looked sadly at the fences. Tom looked sadly at the fence. How high it is, how long it is, he thought. How high it is, how long it is, he thought. Indeed, the height of the fence was 9, and its length was 30 yards. And its length was 30 yards. Tom put his brush into the whitewash. Tom put his brush into the whitewash. He drew it slowly across the fences. He drew it slowly across the fence. It made a very small white mark. Tom tried again. Another very small white mark. Tom sat down and sighed heavily. He took out all the things that he had in the pocket. He took out all the things that he had in the pocket. He had some marbles, some pieces of string, and 2 or 3 broken toys. എന്താ പറഞ്ഞത്? Tom came sadly out of the house. ടോം വളരെ വിഷണ്ണനായിട്ട് ദുഃഖിതനായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തു വന്നത്. He held a long brush in one hand. He held a long brush in the hand. He held a long brush in one hand. അവൻ്റെ ഒരു കയ്യിൽ ഒരു നീളമേറിയ ബ്രഷ് ഉണ്ടായിരുന്നു. In the other, he carried a bucket full of whitewash. മറ്റേ കയ്യിലോ ഫുള്ള് വൈറ്റ് വാഷ് പെയിൻറ്റ് ഉണ്ടായിരുന്നു. വൈറ്റ് വാഷ് അടിക്കാറില്ല നമ്മൾ. അപ്പോൾ വെള്ള പെയിൻറ്റ് ഒരു ബക്കറ്റ് നിറയെ അടുത്ത കയ്യിലുമുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ബ്രഷും ഒരു കയ്യിൽ ഫുള്ള് വൈറ്റ് വാഷുമായിട്ടാണ് അവനിങ്ങനെ വീട്ടിൽ നിന്ന് വരുന്നത്. His aunt asked him to whitewash the fence. അവൻ്റെ ആൻറ്റി അവനോട് പറഞ്ഞു, നീ വേലിക്ക് പോയിട്ട്, ഫെൻസ് എന്ന് പറഞ്ഞ വേലിക്ക് പോയിട്ട് വൈറ്റ് വാഷ് ചെയ്യ്. അതാണ് അവന് കൊടുത്ത വർക്ക്. ടോം ലുക്ക്ഡ് സാഡ്ലി അറ്റ് ദ ഫെൻസ്. ടോം ദുഃഖത്തോടെ വേലി എങ്ങനെ നോക്കി. ടോം ദുഃഖത്തോടെ വേലി എങ്ങനെ നോക്കി. How high it is, how long it is, Tom said. He thought. How high it is, how long it is, he thought. അവൻ ചിന്തിച്ചു, എന്തൊരു നീളമാണ്, എന്തൊരു വീതിയാണ്. Indeed, the height of the fence was 9 feet. Its length was 30 yards. ഇതിൻ്റെ നീളം 9 അടിയും 30 അടി വീതിയുമുണ്ട്. യാർഡ് ആൻഡ് ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിക്കണക്കിനാണ് പറയാം. ഒരു തരം അളവാണ്. നമ്മൾ ഒരടി കണക്ക് പറയാറില്ല. അപ്പോൾ
9 അടി നീളവും 30 യാർഡ് വീതിയുമുണ്ട് ഈ വേലിക്ക്. Tom put his brush into the whitewash. ടോം അവൻ്റെ ബ്രഷ് ഈ വൈറ്റ് വാഷിലേക്ക് ഇട്ടു. He drew it slowly at the fence. He drove it slowly across the fence. അവന് മെല്ലെ ഈ ഫെൻസിനിങ്ങനെ അടിക്കാൻ തുടങ്ങി, പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. ഫെൻസിന് നേരെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി, ബ്രഷ് ഇങ്ങനെ ചലിപ്പിക്കാൻ തുടങ്ങി. It made a very small white mark. ഇതെന്താണ്? ചെറിയൊരു വെള്ള ഡോട്ട് മാത്രം. അവനിങ്ങനെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ആ ഫെൻസിന് ഒരു ചെറിയ വെള്ള മാത്രം പിടിക്കുന്നുള്ളൂ. ടോം ട്രൈഡ് അഗെയിൻ. അവൻ വീണ്ടും ഇങ്ങനെ ശ്രമിച്ചു. അനദർ വെരി സ്മാൾ വൈറ്റ് മാർക്ക്. വീണ്ടും അവനിങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുക. വീണ്ടും ഒരു ചെറിയ വെള്ള ഡോട്ട് അവിടെ ഇങ്ങനെ വീഴും. പിന്നെ അവനെടുത്തടിക്കും. അപ്പോഴും ഇങ്ങനെ ചെറിയ വൈറ്റ് മാർക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. ടോം സാറ്റ് ഡൗൺ ആൻഡ് സൈൻഡ് ഹെവിലി. ടോം അങ്ങനെ അവിടെ കുഴങ്ങി അവനെ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് അവൻ നെടുവീർപ്പ് ഇങ്ങനെ ഇട്ടു. He took out all things that he had in his pocket. അവൻ്റെ പോക്കറ്റിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവൻ പുറത്തേക്കെടുത്തു. He had some marbles. കുറേ മാർബിളിൻ്റെ കഷ്ണങ്ങൾ. Some pieces of string. കുറേ ചരടിൻ്റെ കഷ്ണങ്ങൾ. And 2 or 3 broken toys. അവൻ്റെ പൊട്ടിയ 2-3 കളിപ്പാട്ടങ്ങളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ അവൻ പുറത്തേക്ക് ഇങ്ങനെ എടുത്തു. ഇനി എന്താ അടുത്ത പാരഗ്രാഫിൽ? No one will whitewash the fence for this. No one will whitewash the fence for this, he thought. No one will whitewash the fence for this, he thought. No. I must think a better plan. I must think of a better plan. He thought and thought. Soon he had an idea. He picked up his brush again and began work. He picked up his brush again and began working hard. Ben Roger was coming down the street. Tom pretended not to see him. He worked hard than ever. Ben was eating an apple. He looked very happily. He was pretending that he was a big ship and was rolling like on. He gave orders in a loud voice, and the ship obeyed him. He came up to Tom. He rubbed his eyes. Why, Tom, he cried in a great surprise. You are working? Tom said nothing. He went on his whitewashing. He seemed very much interested in his work. Tom, you are working? Ben repeated. എന്താ പറഞ്ഞത്? ഈ പാരഗ്രാഫ് കൂടി നോക്ക്. No one will whitewash the fence for this. പോലത്തെ വേലി ആരും ഇതുവരെ വൈറ്റ് വാഷ് ചെയ്യില്ല. അവൻ ചിന്തിച്ചു, ഇതുപോലത്തെ വേലി ആരും വൈറ്റ് വാഷ് ചെയ്യില്ല എന്നവനിങ്ങനെ ചിന്തിച്ചു. No, I must think a better plan and thought. അവൻ മികച്ച ഒരു പദ്ധതിയെക്കുറിച്ച്
ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സൂൺ ഹി ഹാഡ് ആൻ ഐഡിയ. പെട്ടെന്ന് തന്നെ അവനക്കൊരു ഐഡിയ കിട്ടി. ഹി പിക്ക്ഡ് അപ്പ് ഹിസ് ബ്രഷ്. അവൻ്റെ ബ്രഷ് എടുത്തു. ഹി പിക്ക്ഡ് അപ്പ് ഹിസ് ബ്രഷ് അഗൈൻ. അവൻ്റെ ബ്രഷ് വീണ്ടും വർക്ക് ഹാർഡ്. ആൻഡ് ബിഗാൻ വർക്കിംഗ് ഹാർഡ്. അവൻ നന്നായിട്ട് പണി വീണ്ടും അവൻ്റെ ജോലി തുടർന്നു. ബെൻ റോജർ വാസ് കമ്മിങ് ഓൺ ദ സ്ട്രീറ്റ്. ബെൻ റോജർ എന്ന ഒരു കുട്ടി സ്ട്രീറ്റിൽ നിന്നും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ടോം പ്രിറ്റൻഡഡ് നോട്ട് സീ ഹിം. ടോം അവനെ പ്രിറ്റൻഡ് എന്ന് അഭിനയിക്കുക. ടോം ഇങ്ങനെ അഭിനയിച്ചു. നോട്ട് സീ ഹിം അവനെ കാണാത്ത പോലെ ഇവനിങ്ങനെ അഭിനയിച്ചു. ഹി വർക്ക്ഡ് ഹാർഡർ ദാൻ എവർ. അവനിങ്ങനെ നേരത്തേനേക്കാളും ഉത്സാഹത്തിൽ അവനിങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിനേക്കാൾ മുമ്പുണ്ടായിരുന്നേക്കാൾ നന്നായിട്ട് അവനിങ്ങനെ ഇവനെ കണ്ടപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബെൻ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ബെന്നിങ്ങനെ ഒരു ആപ്പിളൊക്കെ തിന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെ ആപ്പിൾ തിന്നുകൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കി. ഹി വാസ് പ്രിറ്റൻഡിങ് ദാറ്റ്. അവനിങ്ങനെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് എ ബിഗ് ഷിപ്പ്. അവനിക്കൊരു വലിയൊരു കപ്പലുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. ആൻഡ് വാസ് റോളിംഗ് ലൈക്ക് ഓൺ. അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടാണ് അവനിങ്ങനെ വരുന്നത്. ഹി ഗേവ് ഓർഡേഴ്സ് ഇൻ എ ലൗഡ് വോയിസ്. അവനൊരു വലിയ ശബ്ദത്തിൽ അതിനിങ്ങനെ ഓർഡർ കൊടുക്കുന്നു. ആൻഡ് ദ ഷിപ്പ് ഒബെയ്ഡ് ഹിം. അവനിങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ പറയുന്നു. ആ ഷിപ്പ് അവനിങ്ങനെ അനുസരിച്ചിരിക്കുന്നു. അങ്ങോട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ ഈ ഷിപ്പ് അവനിങ്ങനെ അനുസരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ ഒരു വലിയൊരു ഷിപ്പുമായിട്ടാണ് അവനിങ്ങനെ വരുന്നത്. ഹി കെയിം അപ്പ് ടു ടോം. അവൻ ടോമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഹി റബ്ഡ് ഹിസ് ഐസ്. അവൻ്റെ കണ്ണിങ്ങനെ തിരുമ്പിയിട്ട്, അവനിങ്ങനെ നമ്മൾ കണ്ണ് തിരുമ്പാറില്ലേ, കണ്ണിങ്ങനെ തിരുമ്പിയിട്ട് അവനിങ്ങനെ ടോമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. വൈ ടോം? ഹി ക്രൈഡ് ഇൻ എ ഗ്രേറ്റ് സർപ്രൈസ്. അവനിങ്ങനെ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ട്, ടോം എന്താണിത്? യു ആർ വർക്കിംഗ്. നീ ജോലി ചെയ്യണോ എന്നിങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ ചോദിച്ചു. ടോം സെഡ് നത്തിങ്. ടോം ഒന്നും മിണ്ടിയില്ല. ടോം ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. അവൻ പറഞ്ഞത് കേൾക്കാത്ത പോലെ ഇങ്ങനെ ഇരുന്നു. ഹി വെന്റ് ഓൺ വിത്ത് ഹിസ് വൈറ്റ് വാഷിംഗ്. അവൻ്റെ ആ വൈറ്റ് വാഷിങ്ങിനെ അവനിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. He seemed very much interested in his work. അവൻ്റെ ആ ജോലിയിൽ അവന് വളരെ ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിപ്പിച്ചു. സീംഡ് പറഞ്ഞാൽ തോന്നിപ്പിക്കാം. ഹി സീംഡ് അവൻ തോന്നിപ്പിച്ചു. വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് വർക്ക്. അവൻ്റെ ആ ജോലിയിൽ അവൻ വളരെ തൽപരനാണ്, വളരെ ഇൻട്രസ്റ്റ് ഉള്ളവനാണ് എന്നിങ്ങനെ തോന്നിപ്പിച്ചു. ടോം യു ആർ വർക്കിംഗ്. ബെൻ റിപ്പീറ്റഡ്. ബെൻ ഇങ്ങനെ വീണ്ടും ചോദിച്ചു, ടോം നീ വർക്ക് ചെയ്യാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം. ഓക്കെ.